എൻ്റെ പേര് മോനിത. ഞാൻ ഹരിപ്പാടാണ് താമസിക്കുന്നത്. ഇപ്പം ഞാൻ MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് ഇഗ്നോയിൽ ചെയ്യുന്നു. എൻ്റെ ഒരു അംബീഷനായിരുന്നു ഗവൺമെൻറ് ജോബ്. സോ ഞാൻ 2020 BSc മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ ഓൺലൈൻ SSC കോച്ചിങ് ചെയ്തു. അത് കോവിഡ് ടൈമായിരുന്നു. സോ ഞാൻ MScക്ക് ഞാൻ ജോയിൻ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി. അതിൽ ഞാൻ SSC CGL പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ആയി. അതുപോലെ തന്നെ ബാങ്ക് എക്സാമിൻ്റെ പ്രിലിംസ് എനിക്ക് കിട്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മെയിൻസ് എക്സാം ക്ലിയർ ആകാൻ സാധിച്ചില്ല. സോ അത് കഴിഞ്ഞ് ഞാൻ 2021-23 ബാച്ചിൽ ഞാൻ BEd ജോയിൻ ചെയ്തു. കാരണം ഗവൺമെൻറ് എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ പഠിച്ച് എനിക്കിപ്പം BEd എടുത്താൽ തന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ടീച്ചറാകാനും കഴിയും. സോ ഞാൻ BEd അങ്ങനെ 23 കംപ്ലീറ്റ് ചെയ്തു, BEd മാത്തമാറ്റിക്സ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കേറ്റിട്ട് എഴുതിയെടുത്തിരുന്നു. BEd കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചു. ഞാൻ വേറെ സ്കൂളിൽ കയറിയില്ല. കാരണം ഞാൻ ഒരു 1 ഇയറും കൂടെ SSC കോച്ചിങ് ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ചെയ്തു. അപ്പം ഞാൻ പ്രിലിംസ് പാസ്സായി. ബട്ട് മെയിൻസ് എക്സാം എനിക്ക് ക്ലിയർ ആകാൻ സാധിച്ചില്ല. 2025 ഞാൻ SSC MTS എക്സാം എനിക്ക് ക്വാളിഫൈ ആയി. ബട്ട് കേരളത്തിൽ വേക്കൻസി കുറവായിരുന്ന കാരണം എനിക്ക് ആ ജോലി കിട്ടിയില്ല. സോ ഞാൻ വിചാരിച്ചു 5 ഇയർ ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു MSc കോഴ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടീച്ചിങ് ക്യാരിയറിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് ഞാൻ MSc മാത്തമാറ്റിക്സ് കോഴ്സ് ഞാൻ ഇഗ്നോയിൽ കണ്ടു. അങ്ങനെ അത് പഠിക്കാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഈ MSc ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ കൂടെ സെറ്റ് അല്ലെങ്കിൽ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ പഠിപ്പിക്കാം. എൻ്റെ ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ ആകാൻ എന്നെ അത് സഹായിക്കും. സോ MSc മാത്സ് എടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ കോഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് എനിക്കതൊരു ഗവൺമെൻറ് എക്സാം ഇൻ കേസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു കോർപ്പറേറ്റ് ഫീൽഡിലും ഈ കോഴ്സ് കൊണ്ട് എനിക്ക് ഒരു ജോബ് കിട്ടുമെന്ന് ഒരു കരിയർ സ്കോപ്പ് ആയതുകൊണ്ട് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ കായംകുളത്തൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഞാനിപ്പം MSc മാത്സ് കോഴ്സ് ചെയ്യുന്നു. ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണമായിരുന്നു. ഒരു കോച്ചിങ് സപ്പോർട്ടൊന്നും ഇല്ലാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്യുന്നത്. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ലേൺവൈസ് കോച്ചിനെ കുറിച്ച് കേട്ടത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴി അറിഞ്ഞു. ഞാൻ കോണ്ടാക്ട് ചെയ്തു, ലേൺവൈസിൽ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ എൻ്റെ ഇഗ്നോയുടെ രജിസ്ട്രേഷൻ, അഡ്മിഷൻ രജിസ്ട്രേഷൻ തൊട്ട് എല്ലാ കാര്യവും ലേൺവൈസ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ലേൺവൈസിൽ നമുക്ക് ഒരു ലേൺവൈസ് ആപ്പുണ്ട്. അതിൽ എല്ലാ ക്ലാസ്സും കണ്ടൻറ്റ്, നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്ക് കണ്ടൻറ്റ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, ലേൺവൈസ് മെൻറ്റേഴ്സ്. അവർ നമ്മളെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. വീക്ക്ലി വൺസ് നമ്മളെ കോൾ ചെയ്ത് അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ ക്ലാസ് സെക്ഷൻസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്. പിന്നെ അസൈൻമെൻറ്റ്സ് എല്ലാം നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ലേൺവൈസ് ടീം ഭയങ്കര സപ്പോർട്ടീവാണ്. ചെറിയ എന്ത് ഡൗട്ടാണെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിപ്ലൈ തരും. പെട്ടെന്ന് എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാൻ എൻ്റെ MSc മാത്സ് ഞാൻ ലേൺവൈസിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ടീച്ചർ ആയിട്ട് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. സോ ഈ ബിസി ആയിട്ടുള്ളൊരു ടൈമിൽ തന്നെ ലേൺവൈസ് എന്നെ ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റഡീസിൽ ഹെൽപ്ഫുള്ളാണ്. സോ താങ്ക് യു ലേൺവൈസ് ടീം.